വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ ചോദ്യം മൈക്കിൽ ചോദിക്കാൻ കഴിയാത്ത ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കിഷോരി ഉസ്താദിനൊക്കെ അങ്ങനെ ബന്ധപ്പെട്ട അഡ്മിന്മാർക്ക് മാത്രം PM ചെയ്യുക എന്ന് KK ഗല്ലാത്തി ഉസ്താദിനോ അങ്ങനെ പോലുള്ള വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം PM ചെയ്യുക എന്ന് അറിയിക്കുന്നു. ഉസ്താദ്, ഒരു ചോദ്യം വന്നത് ഒരു PM-ൽ വന്നൊരു ചോദ്യമാണ്. അതായത് ചെവിയടപ്പ്, ഒരു മിന്നലും അങ്ങനെ പിശാചിന്റെ ഉപദ്രവം പോലത്തെ കാര്യങ്ങൾ കൊണ്ട് ഒരു താൽക്കാലിക സമയത്തേക്ക് ഉണ്ടാവുന്ന ഒരു പരിസരബോധം, അല്ലെങ്കിൽ BP കുറയുന്ന അല്ലെങ്കിൽ കൂടുന്നൊക്കെ സമയത്തുണ്ടാവുന്ന ഒരു അല്പനേരത്തുണ്ടാവുന്ന ഒരു അസ്വസ്ഥത, പിന്നെ അതുകൊണ്ട് വുളൂ മുറിയുമോ എന്നാണ് ഉസ്താദെ പിന്നെ ചോദ്യം. അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതുകൊണ്ട് വുളൂ മുറിയും. അത് പ്രത്യേകം തന്നെ ഈ ബോധക്ഷയത്തെ സംബന്ധിച്ച് മഹാന്മാര് പറയുന്നിടത്ത് അത് വലൗ ലഹ്ളതൻ, ചിലപ്പോൾ ഒരു സെക്കൻഡ് സമയമാവും, എന്നാലും വുളൂ മുറിയും. കാരണം ആ സമയത്ത് നമ്മുടെ ബ്രെയിന്റെ പ്രവർത്തനം ഒരു സെക്കൻഡ് സമയത്തേക്ക് സ്റ്റക്കായി പോവുകയാണ്. അതോടുകൂടി നമ്മുടെ വിവേചനാധികാരം, തമ്മീസ്, വകതിരിവ് നഷ്ടപ്പെടുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അത് തിരിച്ചു കിട്ടി എന്ന് വരും, എന്നാലും വുളൂ മുറിയുന്ന. അപ്പൊ ഈ സമയം നീണ്ടു നിന്നുള്ള ഇല്ല, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി എന്ന് ഉറപ്പാകാൻ ഒരു സെക്കൻഡ് സമയം ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ അത് ചിലപ്പോൾ നമുക്ക് പറഞ്ഞെങ്കിൽ ഒരു കണ്ണിരുട്ടടക്കുന്നത് പോലെയോ കരയുടെ എന്തോ ഒരു അസ്വസ്ഥത പോലെയോ അനുഭവപ്പെട്ടുകൊണ്ട് ഒരു സെക്കൻഡ് സമയം നിശ്ചലമായി പോയാൽ തന്നെ ബോധക്ഷയത്തിന്റെ അവസ്ഥയാണ്. അത് തളർന്ന് താഴെ വീണ് കൊള്ളണം എന്ന് മനസ്സിലായില്ലേ? അപ്പോ അത് പല കാരണങ്ങളെ കൊണ്ടാകാം. കാരണം നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ പറഞ്ഞേക്ക് തന്നെ പ്രഷർ കൂടുന്നത് കൊണ്ടാവാം, ചിലപ്പോൾ പ്രഷർ കുറയുന്നത് കൊണ്ടാവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാകാം. പൈശാചികമോ അല്ലാത്തതുമായ കാരണങ്ങൾ. പൈശാചികമായ കാരണങ്ങൾ തന്നെ ആയിക്കൊള്ളുന്നില്ല, പൈശാചികമായ കാരണം കൊണ്ടും വരാം. കല്ലദിയത്ത് ഖബ്ബത്തുഹു ശൈത്വാനു മിനൽ മസ്സ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പൈശാചിക ബാധ കൊണ്ടും ബോധം കെട്ട് വീണിട്ട് ഉണ്ടാവും. അതും ആവാം, ആയിക്കൊള്ളുന്നില്ല. ഈ പ്രഷർ സംബന്ധമായ കൂടലും കുറയലും കൊണ്ട് പെട്ടെന്ന് അനുഭവപ്പെടുന്ന ഒരു നിശ്ചലാവസ്ഥയെ കൊണ്ടും ആവാം. അങ്ങനെ വന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് കുറഞ്ഞ സമയമാണെങ്കിലും വുളൂ മുറിയും. അസ്സലാമലൈക്കും. ഉസ്താദെ, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്ന് പറഞ്ഞു. സുക്കിരി ഇസ്കാർ കൊണ്ട് നീങ്ങുക എന്ന് പറഞ്ഞു. ഇസ്കാർ എന്ന് പറയുമ്പോ പിന്നെ ചിലവരൊക്കെ ഈ വെറ്റില മുറുക്കും, കൂടുതൽ ഉപയോഗിക്കൽ കൊണ്ട് ചെറുതായിട്ട് ഒരു ഇങ്ങനെ ഒരു പിന്നെ മന്ദപ്പ് വരുമെങ്കിലും അതുകൊണ്ട് പിന്നെ ഒരു ഇസ്കാർ എന്ന് പറയാൻ പറ്റുമോ? പിന്നെ കൂടുതൽ പോലെ ഉപയോഗിച്ചാൽ വരുന്ന ചെറിയൊരു മസ്ത്, അതുകൊണ്ട് ഒന്നും മുറിയോ എന്നുള്ളതാണ് സംശയം. അതുകൊണ്ട് ഒന്നും മുറിയില്ല. അതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. അവായിലു നശ്വത്തു സുക്രി, ഈ ലഹരി ബാധയുടെ പ്രാരംഭദശയാവുന്ന ചൊരുക്കൽ, ആ ചൊരുക്കലാണ്. ചിലപ്പോൾ അടക്കൊക്കെ ഉണ്ടാവും ചൊരുക്കല്, ചിലപ്പോൾ പുകലൊക്കെ ഉണ്ടാവും ചൊരുക്കല്. അതുകൊണ്ടൊക്കെ ബോധക്ഷയം വരുന്നില്ല, ഒരു ചൊരുക്കൽ. അതിനാണ് അവായിലു നശ്വ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് വുളൂ മുറിയില്ലാന്ന് ഇപ്പൊ നമ്മളവിടെ പറഞ്ഞല്ലോ. ഓക്കെ. അസ്സലാമലൈക്കും. ഉസ്താദ്, ചോദ്യം നിസ്കാരത്തിന് വിഷയമാണ് ഉസ്താദ്. ഉസ്താദ്, ജുമാക്ക് ചെറിയ സമയത്ത് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഡ്യൂട്ടി ഉള്ള സമയത്ത് 10-15 കിലോമീറ്റർ ദൂരം പോകണം ജുമാക്ക് പോകണമെങ്കിൽ, അബുദാബിയിൽ വെച്ചിട്ട്. അത് സൈറ്റാണ്, പുറത്താണ്, അബുദാബിന്ന് കുറെ പുറത്താണ്. അങ്ങനെ ചില സമയത്ത് ജുമാ നഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് സബീൽ, ജുമാക്ക് പോയ കുറ്റമുണ്ടോ എന്തായിട്ട് ഒന്ന് പറഞ്ഞാൽ നന്നായിട്ടായിരുന്നു. അസ്സലാമലൈക്കും. ഡ്യൂട്ടിക്ക് പോകാൻ പാടില്ല എന്നത്തെ നിയമമാണ് അവിടെ, ജുമാക്ക് പോകാൻ പാടില്ല എന്ന് ഡ്യൂട്ടി ഉള്ള സമയത്ത്. ചില വെള്ളിയാഴ്ച ചിലപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. 10-17 കിലോമീറ്ററിന്റെ ഉള്ളിലൊന്നും ജുമാ ഇല്ല, അതിന്റെ അപ്പുറത്ത് പോകണം എന്നാലേ ജുമാ ഉള്ളൂ എങ്കിൽ അത്തരം സ്ഥലത്ത് നമുക്ക് ജുമാ നിർബന്ധമില്ല, ളുഹ്ർ നിസ്കരിച്ചാൽ മതി. മനസ്സിലായില്ലേ?
അതേ സമയത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, സൈറ്റിലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തുണ്ട്, ജുമായും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ രാവിലെ സുബഹിന്റെ ശേഷം ആണ് നമ്മൾ ജോലി സ്ഥലത്തേക്ക് പുറപ്പെട്ടത് എങ്കിൽ 40 ആളുള്ള സ്ഥിരതാമസക്കാരുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്ന മുഖീമീങ്ങളായ ആളുകൾക്ക് ആ ജുമായിൽ പങ്കെടുക്കൽ വുജൂബാണ്. അപ്പൊ വെള്ളിയാഴ്ച സുബഹിന്റെ ശേഷം യാത്ര പുറപ്പെടണമെങ്കിൽ ലക്ഷ്യസ്ഥലത്തോ അതല്ലെങ്കിൽ ഇവൻ പോകുന്ന വഴിമധ്യത്തിലോ ജുമാ കിട്ടുമെന്ന് കണ്ടാലേ യാത്ര പാടുള്ളൂ, അല്ലെങ്കിൽ യാത്ര പാടില്ല എന്ന നിയമം. അതേസമയത്ത് സുബഹിന്റെ മുമ്പ് പോവുകയാണെങ്കിൽ ഈ നിയമം ബാധകമല്ലതാനും. ഏതായാലും 17 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ജുമാ ഇല്ലാത്ത ഒരാള് ജുമാക്ക് പോകാൻ നിർബന്ധമാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ജുമാ നടക്കണം, സഹിയായ ഒരു ജുമാ. അതല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന നാട്ടിന്റെ അറ്റത്ത് നിന്ന് ശബ്ദവും കോലാഹലങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് ഉച്ചത്തിൽ വിളിച്ചാൽ അങ്ങേ നാട്ടിന്റെ ഇങ്ങേ തലക്കരൊരാൾ വന്ന് നിന്നാൽ കേൾക്കാവുന്ന അത്രയും ദൂരത്തിനുള്ളിൽ ജുമാ ഉണ്ടെങ്കിലേ പോകൽ നിർബന്ധമുള്ളൂ. അതിന്റെ അപ്പുറത്താണെങ്കിൽ ജുമാ ഫർദില്ല. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് 10-17 കിലോമീറ്ററിന്റെ അപ്പുറം പോകണം, എന്നാലേ ജുമാ ഉള്ള സ്ഥലത്ത് എത്തുള്ളൂ എന്നാ. അപ്പൊ അങ്ങനെ ജുമാ നടക്കാത്ത, തൊട്ടു പരിസരത്ത് ജുമാ ഇല്ലാത്ത ഒരു പ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിമായ മനുഷ്യൻ അവിടത്തെ താമസക്കാരായ 40 ആൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ജുമാ ഫർദില്ല, ദുഹ്ർ നിസ്കരിച്ചാൽ മതി. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇന്നലെ കൈ ബന്ധിച്ചതിന് ശേഷം ടൈം വൈകിക്കൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് സാർ, ഞാൻ ഇപ്പൊ സൗദിയിലാണ് നിൽക്കുന്നത്. ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത്, ഏകദേശം ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ളുഹറിന്റെ ടൈം ആയിട്ടില്ല. അതിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തുമ്പോഴത്തേനും അസറിന്റെ ടൈം, അവിടെ അസറിന്റെ ടൈം കഴിയാൻ പോവുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് ളുഹറിനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അസറിലേക്ക് പിന്തി ചെയ്യാമാക്കിയെന്ന് കരുതി. എങ്കിൽ ഞാൻ നാട്ടിൽ വീട്ടിലെത്തിയിട്ട് അത് ജമ്മും കശ്മീരുമാക്കി നിസ്കരിച്ചാൽ മതിയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതുപോരാ, നമ്മളെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്വദേശികളായി കഴിഞ്ഞു. അപ്പൊ ജമ്മും കസറും രണ്ടും നഷ്ടപ്പെടും. അപ്പൊ പിന്നെ ഖളാ വീട്ടുകയാണ് വേണ്ടത്. സാധാരണ പോലെ ളുഹ്ർ 4 റക്അത്തും അസർ 4 റക്അത്തും നിസ്കരിക്കണം. ളുഹ്ർ ഖളാ ആയിട്ടുണ്ട്, അത് ഖളാ വീട്ടണം. അസർ വഖ്തിലായതുകൊണ്ട് അതാവുകയാണ്. ഏതായാലും ജമ്മ് കസർ രണ്ടും നഷ്ടപ്പെടും. അതേ സമയത്ത് നമ്മുടെ സ്വന്തം നാട്ടിലെത്തിയിട്ടില്ല, എയർപോർട്ടിൽ ഇറങ്ങി അവിടെ സൗകര്യം ഉണ്ടല്ലോ, അവിടെ നിന്നോ അതിന്റെ പരിസരത്തുള്ള പള്ളികളിൽ നിന്നിട്ടോ ആണ് നിസ്കരിച്ചത് എങ്കിൽ ജമ്മു കസറുമായിട്ട് നിസ്കരിക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? ജമ്മു കസറുമായിട്ട് നിസ്കരിക്കാൻ നമ്മളെ സ്വന്തം മഹല്ലത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ എയർപോർട്ടിൽ വെച്ച് തന്നെ നിസ്കരിച്ചു, അല്ലെങ്കിൽ എയർപോർട്ട് ഇറങ്ങി അതിന്റെ പരിസരത്തൊക്കെ പള്ളികളുണ്ട്, ആ പള്ളികളിൽ എവിടെയെങ്കിലും പോയിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ നമ്മൾ യാത്ര അവസാനിച്ചിട്ടില്ല. അപ്പൊ 2 റക്അത്ത് ളുഹ്ർ, പിന്നെ 2 റക്അത്ത് അസറും ജമ്മും കസറും ആക്കി നിസ്കരിച്ചാൽ മതി. പക്ഷെ അവിടെ നിസ്കരിക്കാതെ നേരെ വണ്ടി കയറി പോയി, അല്ലെങ്കിൽ തന്നെ ചെന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ബേജാറിലേക്കാറ്. അപ്പോത്തിന് ആൾക്കാർ പെരേന്ന് വന്ന് കാത്തുക്കണുണ്ടാവും. ആ വണ്ടിയിലാണ് കയറി പെരയിലെത്തി. ഇനി പെരയിലെത്തിയിട്ട് നിസ്കരിക്കാന്ന് വെച്ചാൽ ളുഹ്റും ഖളായി, അസർ പിന്നെ വക്തുള്ളതുകൊണ്ട് അസർ ഖളാ ആയിട്ടില്ല, അതുകൊണ്ട് ജമ്മാക്കാൻ പറ്റൂല. കസർ അതും ഇല്ല, പൂർത്തിയാക്കിയിട്ട് നിസ്കരിക്കുക. ആദ്യം ളുഹ്ർ ഖളാ വീട്ടുക, പിന്നെ അസർ നിസ്കരിക്കുക. അല്ല ളുഹ്ർ ഖളാ വീട്ടുമ്പോൾ അസറും ഖളാവും കണ്ടാൽ ആദ്യം ളുഹ്ർ അസർ നിസ്കരിക്കുക, എന്നിട്ട് ളുഹ്ർ ഖളാ വീട്ടുക. 4 റക്അത്ത് വീതം നിസ്കരിക്കണം. യാത്രയിൽ മാത്രമേ ജമ്മു കസറിന്റെ ആനുകൂല്യം നിലനിൽക്കൂ. യാത്ര അവസാനിച്ചാൽ ആ ആനുകൂല്യം നഷ്ടപ്പെടുന്നതാണ്. അതാണ് നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ യാത്ര അവസാനിച്ചു, അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആനുകൂല്യം നഷ്ടപ്പെട്ടു. യാത്രയിൽ ഖളാ ആയ നിസ്കാരമാണെങ്കിൽ പോലും നാട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ പിന്നെ ജമ്മു കസർ വെക്കാൻ പാടില്ല. യാത്രയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ മാത്രമേ ജമ്മു കസറും പാടുള്ളൂ. ഓക്കെ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എന്റെ സ്ഥലത്ത് നിന്ന് 40 കിലോമീറ്റർ ഉണ്ട് ജോലിയുള്ള സ്ഥലത്തൊക്കെ പോകാൻ. അപ്പൊ അവിടെ ജുമാസ്കാരൊക്കെ ഉണ്ട് താമസിക്കുന്ന സ്ഥലത്ത്. ജോലിക്ക് പോയതിന്റെ അവിടുന്ന് പിന്നെ ജുമാസ്കരിക്കാൻ പോകണമെങ്കിൽ 17 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട് കുറ്റമുണ്ട് സ്ഥലം പോവാതിരുന്നാൽ ജുമാക്ക്. കാരണം ഡ്യൂട്ടിക്ക് അങ്ങനെ രാവിലെ 7 മണിക്ക് 6 മണിക്ക് ബസ്സിന് പോയേ പറ്റുള്ളൂ.
ഒറ്റ ഡ്യൂട്ടിൻ്റെ അടുക്ക് പോകണം 40 കിലോമീറ്റർ പോകണം. ഡ്യൂട്ടിൻ്റെ അടുക്ക് പോകണമെങ്കിൽ അവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ട് പിന്നെ ജുമാക്ക് പോകണമെങ്കിൽ. അസ്സലാമു അലൈക്കും. ജുമാ വുജൂബുള്ള ആള് താമസിക്കുന്ന സ്ഥലത്തിന്റെ പരിസരത്ത് നിബന്ധന ഒത്ത ജുമാ ഉണ്ടെങ്കിൽ അവിടുത്തെ മുഖീമീങ്ങളായ നമ്മളെ സംബന്ധിച്ച് ജുമാ ഫർളുണ്ട്, ജുമായിൽ പങ്കെടുക്കൽ ഫർളുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ യാത്ര പോവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ലക്ഷ്യസ്ഥാനത്തോ വഴിയിലോ ജുമാ കിട്ടണം. ഇല്ലെങ്കിൽ ആ യാത്ര ഹറാമായി പോവും. അതാ പ്രശ്നം. അപ്പോ കഴിയുന്ന നിലക്ക് ആ ജുമായിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ജോലിക്ക് പിന്നെ പോകാതെക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ കമ്പനീന്റെ ജോലിക്കാരാകുമ്പോ അവര് ടൈം ഇനി നമ്മൾ പണിക്ക് പോകാതെക്കാൻ കഴിയില്ല. സുബൈന് മുമ്പ് പോകാനും കഴിയില്ല എന്ന് വെച്ചാൽ പിന്നെ ജുമാ ഫർളുണ്ട്. അപ്പൊ പിന്നെന്താവും? ആ കിട്ടുന്ന ജുമായിൽ പങ്കെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ജുമാ ഫർളുള്ള ആള് ജുമാ നഷ്ടപ്പെടുമെന്ന നിലക്ക് സുബൈന്റെ ശേഷം യാത്ര പോകൽ ഹറാമാണ് എന്ന് പറയുന്ന കേസിൽ കുടുങ്ങിപ്പോവും. അതില്ലാതിരിക്കാൻ നല്ലത് സമീപത്ത് എവിടെ കിട്ടുന്ന ജുമായിൽ പങ്കെടുത്ത് ജുമാ നിസ്കരിക്കുന്നത് തന്നെയാണ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹലോ. ഉസ്താദെ, ഒരാള് നോമ്പൊന്നും എടുക്കാതെ മരിച്ചു പോയെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കണവര് ചോദ്യം കഴിഞ്ഞാൽ ഉടനെ മൈക്ക് വിടാൻ മറക്കരുത്. അത് മറന്നാൽ പിന്നെ സമയം താമസിച്ചു പോകും. മൈക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ നമ്മൾ സംസാരം കഴിഞ്ഞ ഉടനെ രണ്ടാമതൊന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി. എന്നാലേ മൈക്ക് റിലീസ് ആവുള്ളൂ. ഓക്കെ. ഒരാള് ഫറളായ നോമ്പ് നോൽക്കാതെ മരണപ്പെട്ടു പോയി. അയാൾക്ക് സാമ്പത്തികമായ കഴിവും ഉണ്ട് എങ്കിൽ അയാളുടെ സ്വത്തിൽ നിന്നും എത്ര ദിവസത്തെ നോമ്പ് അതല്ലെങ്കിൽ എത്ര കൊല്ലത്തെ റമദാനിലെ നോമ്പ് നോൽക്കാതെ ബാക്കിയുണ്ട് എന്ന് കണക്കറിയുമെങ്കിൽ അതനുസരിച്ച് ഒരു ദിവസത്തിന് ഒരു മുദ് അഥവാ 800 മില്ലി ഭക്ഷ്യധാന്യം, അരി പോലത്തത്, ഒരു ദിവസത്തിന് ഒരു മുദ് എന്ന് പറയുമ്പോൾ അപ്പൊ 30 ദിവസത്തിന് 30 മുദ്. തൊട്ട് മുമ്പത്തെ കൊല്ലാണെങ്കിൽ ഒരു ദിവസത്തിന് 2 മുദ്. അതിന്റെ തൊട്ടപ്പുറത്താണെങ്കിൽ കൊല്ലാണെങ്കിൽ ഒരു ദിവസത്തിന് 3 മുദ്. അങ്ങനെ കൊല്ലത്തിനനുസരിച്ച് മുദ് കൂടുന്ന നിരക്ക് ഒരു ദിവസത്തിന് 1 മുദ് എന്ന നിരക്കും പിന്നീട് കൊല്ലങ്ങളുടെ ആവർത്തനത്തിനനുസരിച്ച് ഓരോ കൊല്ലത്തിനും ഓരോ മുദ് എന്ന നിരക്കും എത്ര ദിവസത്തെ നോമ്പ് നഷ്ടമായിട്ടുണ്ടോ അത്രയും മുദ് അരി വാങ്ങി സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കീന്മാരിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കൽ നിർബന്ധമാണ്. മുതലില്ല, സാമ്പത്തികമായ ശേഷി ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഒന്നും ചെയ്യൽ നിർബന്ധമില്ല. പക്ഷേ ബാക്കിയുള്ള ബന്ധുക്കൾക്ക്, കുടുംബങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്, ചെയ്താൽ നല്ലതാണ്. പക്ഷെ ചെയ്യാൻ അവർ കടപ്പെട്ടവരല്ല. മുതലുണ്ടെങ്കിൽ ചെയ്യാൻ കടപ്പെട്ടവരാണ്. അത് കഴിച്ച് ബാക്കിയുള്ളതേ അനന്തരാവകാശമായി ഓഹരി ചെയ്തെടുക്കാൻ പാടുള്ളൂ. വദൈനുല്ലാഹി അഹഖു അൻ യുഖ്ളാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഒരാൾക്ക് വന്ന കടം മനുഷ്യരുടെ കടം വീട്ടുന്നതിനേക്കാളും മുൻഗണന കൊടുക്കേണ്ടത് അതിനാണ്. അപ്പോ ഈ മുദ്ദു കൊടുക്കാൻ വേണ്ട പണം മാറ്റിവെച്ച് ബാക്കിയുള്ളത് അനന്തരാവകാശികൾ വീതം വെച്ചെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അതുകൊണ്ട് അരി വാങ്ങി കാശായി കൊടുത്താൽ പറ്റൂല. അരി വാങ്ങിയിട്ട് സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കീന്മാർക്ക് കൊടുക്കുക. അത് കൊല്ലം എത്ര കൊല്ലത്ത് ഉണ്ട് വെച്ചാൽ അത്രയും കൊല്ലത്ത്. പക്ഷേ കൊല്ലം ബേക്കിലേക്ക് പോകും തോറും ഓരോ വർഷം എണ്ണം കൂടുമ്പം ഒരു ദിവസത്തിന് അത്രയും എണ്ണം കൂടിയിരിക്കും. ഉദാഹരണ സഹിതം പറഞ്ഞല്ലോ, ഈ കൊല്ലത്തേന് ഓരോ ദിവസത്തിന് ഓരോ മുദ്ദ് വീതം 30 മുദ്ദ് മതി. ഇതിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലത്തേന് 2 മുദ്ദ് വീതം 60 മുദ്ദ് വേണ്ടി വരും. അതിന്റെ മുമ്പത്തെ കൊല്ലത്തിന് 3 മുദ്ദ് വീതം 90 വേണ്ടി വരും. ഇങ്ങനെ ആവർത്തിച്ചു പോകും.
അസ്സലാമു അലൈക്കും. യാത്രയില് ഇതില് ഉറപ്പില്ലാതെ നിസ്കരിച്ചത് പിന്നെ ഖളാ വീട്ടേണ്ട ആവശ്യമുണ്ടോ? ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും കുറെ ദൂരത്തേക്ക്. അസ്സലാമു അലൈക്കും. മനസ്സിലായില്ലല്ലോ, ഒന്നുകൂടി പറയാം. അദ്ദേഹം തന്നെ വൈക്കെടുക്കട്ടെ. ആ ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കുക, ഞാൻ ശരിക്കും കേട്ടില്ല ആദ്യ ഭാഗം. അതായത് സ്ഥലം എന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അദ്ദേഹം ഡൽഹിക്ക് കോളേജിൽ നിന്ന് ടൂറ് പോയപ്പോള് ഒരുപാട് ദൂരം ഉണ്ടല്ലോ, അപ്പോ ഒരു 1.5 ദിവസം ട്രെയിനിൽ തന്നെ ആയിരുന്നു. അപ്പോ ചില നിസ്കാരങ്ങൾക്ക് കിബില ഉറപ്പാക്കാനാവാതെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിസ്കാരം യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഖളാ വീട്ടേണ്ട ആവശ്യമുണ്ടോ, അതോ അത് മതിയാവുമോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. മനസ്സിലായി. യാത്ര, ദീർഘയാത്ര ചെയ്ത് ടൂറായിക്കോട്ടെ, ഹലാലായ യാത്രയാണ്. ചില കാര്യം പഠന പര്യടനം, അതല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങൾ കാണൽ തുടങ്ങിയതൊക്കെ ഹലാലായ യാത്രകളാണല്ലോ. ഈ യാത്രക്ക് പോകുന്ന സമയത്ത് ഖിബില അറിയാതെ നിസ്കരിച്ചാൽ വഖ്തിൽ നിസ്കരിക്കണമെങ്കിലും അത് പിന്നെ മടക്കി നിസ്കരിക്കണം. അതുപോലെ തന്നെ ഓടുന്ന ട്രെയിനിൽ ഓടുന്ന സമയത്ത് വെച്ച് നിസ്കരിക്കേണ്ട സാഹചര്യം വന്നാൽ അതും മടക്കി നിസ്കരിക്കണം. ഖിബില അറിയാൻ ഇപ്പൊ എന്തൊക്കെ സൗകര്യമുണ്ട്. GPS സൗകര്യമുള്ള ഇഷ്ടം പോലെ മൊബൈൽ കിട്ടാനുണ്ടല്ലോ. ഒരു മൊബൈലും എല്ലാം കയ്യിൽ വാങ്ങി ആ ജാതി ഒന്ന് വെച്ചാല് എത്ര സൗകര്യമായി. എവിടെ വെച്ചാലും നമ്മൾ ഇപ്പൊ ഇന്ന സ്ഥലത്താണ് ഉള്ളതെന്നും ഖിബില ഇന്ന ഭാഗത്തേക്കാണെന്നും വളരെ കൃത്യമായി കാണിക്കാൻ സൗകര്യമുള്ള സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റിയില്ല എന്ന് എഴുതി പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിസ്കരിക്കൽ ഫർളാണ്. പക്ഷെ അങ്ങനെ നിസ്കരിച്ചാൽ ഖിബില അറിയാത്ത നിലക്ക് നിസ്കരിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ നിസ്കരിക്കണം. നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് മടക്കി നിസ്കരിക്കൽ വുജൂബാണ്. പിന്നെന്താ കൊണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഖളാ ആക്കിയ കുറ്റം ഉണ്ടാവില്ല. വഖ്തിൽ ഖിബില കൃത്യമായിട്ട് ബോധ്യം ഇല്ലാതെയാണ് നിസ്കരിച്ചാൽ തന്നെയും കുറ്റമില്ല, ഫർള് വിടും. പക്ഷേ ഇവന്റെ അടുക്കൽ ഒരു വീഴ്ചയുള്ളത് കൊണ്ട് അത് മടക്കി നിസ്കരിക്കണം. എന്നതുപോലെ തന്നെ ട്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖളാ ആണതിന് മുമ്പ് വണ്ടി സ്റ്റോപ്പ് കിട്ടൂല എന്ന് കണ്ടു, എന്നാ പിന്നെ ഖളാ ആക്കാതെ ഓടുന്ന വണ്ടിയിൽ നിന്ന് തന്നെ നിസ്കരിക്കുക. പക്ഷെ പിന്നീട് മടക്കി നിസ്കരിക്കണം. അതേ സമയത്ത് വണ്ടി നിർത്തിയിടുന്നത് സ്റ്റേഷനുകളിൽ നിർത്തിയിടുന്ന സമയത്താണ് എങ്കിൽ ആ നിർത്തിയിടുന്ന സമയത്ത് ഖിബിലക്ക് മുന്നിട്ട് കൊണ്ട് നിസ്കരിച്ചാൽ അത് പിന്നെ മടക്കി നിസ്കരിക്കേണ്ടില്ല. കാരണം ട്രെയിന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുന്നത്ത് നിസ്കരിക്കാം, ഫർള് നിസ്കരിക്കണമെങ്കിൽ പറ്റൂല. അഥവാ ഖളാ ഒന്ന് കണ്ടാൽ നിസ്കരിക്കുകയും പിന്നെ മടക്കി നിസ്കരിക്കുകയും വേണം. അതെ, ഒരു സംശയം. ലഹരി വസ്തുക്കള് അല്പം കഴിച്ചാൽ ഇസ്കാർ ഉണ്ടാക്കുന്ന വസ്തു കൂടുതൽ കഴിച്ചാൽ ഇസ്കാർ ഉണ്ടാക്കുന്ന വസ്തു അല്പം കഴിക്കലും ഹറാമാണ് എന്നാണല്ലോ. അപ്പോ ഈ പിന്നെ പുകല, മൂക്കിപ്പൊടി പോലത്തതൊക്കെ കുറച്ച് കൂടുതലാവുമ്പോ അത് ഇസ്കാർ ഉണ്ടാക്കും, കുറച്ചാകുമ്പോ ഇസ്കാർ ഉണ്ടാക്കൂല. അപ്പൊ അതൊക്കെ ഉപയോഗിക്കല് ഹറാമാണ് എന്ന വിധി വരുമോ? അസ്സലാമു അലൈക്കും. പുകല സ്വന്തമായിട്ട് മുസ്കിറല്ല. എന്നാൽ പുകലയിൽ നിന്നിട്ട് ലഹരി ഉണ്ടാക്കുന്ന മുസ്കിറിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിന്റെ ചെറിയൊരു അംശം അതിലുള്ളത് കൊണ്ടാണ് ചൊരുക്കൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അത് ഹറാമെന്ന് പറയാൻ കഴിയില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ തേൻ ഉപയോഗിക്കാറാ, തേൻ അമിതമായി ഉപയോഗിച്ചാൽ ശരിയായ നിലക്ക് മസ്ത് വരും, ലഹരി വരും. എന്നാൽ അത് മിതമായ നിലക്ക് ഉപയോഗിച്ചാൽ ലഹരി വരുന്നില്ലല്ലോ. അമിതമായിട്ട് തേൻ ഉപയോഗിച്ചാൽ ലഹരി വരും എന്നതുകൊണ്ട് കുറഞ്ഞത് ഉപയോഗിക്കൽ തെറ്റ് വരുന്നില്ല. എന്നതുപോലെ പുകല ആ നിലക്ക് തെറ്റ് വരുന്നില്ല. പുകല കൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. അതെന്തെങ്കിലും അക്കാരണം കൊണ്ട് വരും. അല്ലാതെ കൂടുതലായി വരുമ്പോൾ കുറച്ച് ഉപയോഗിച്ചാൽ തന്നെ പതിവില്ലാത്തവർക്ക് ഒരു ചൊരുക്കൽ വരും. പക്ഷെ കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി തന്നെ വരും, മസ്ത് തന്നെ വരും. എന്നാലും അത് ഹറാമായതിൽ പെട്ടതല്ല, തേനിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ. അതേ സമയത്ത് പുകയിലയും അതുപോലെ തന്നെ ആ പുകവല വലിക്കലും തുടങ്ങിയതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. അത് നല്ലതല്ല.
പരമാവധി ഉപേക്ഷിക്കേണ്ടതാണ്. ചില സാഹചര്യത്തിൽ ഹറാമാകാനും സാധ്യതയുണ്ട്. മൊത്തത്തിൽ ഹറാമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അസ്സലാമലൈക്കും. ഉസ്താദെ, ഞാൻ നേരത്തെ ചോദിച്ച അയാൾ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരാള് നോമ്പ് പിടിക്കാതെ മരിച്ചുപോയി. അയാൾ 2.5 കൊല്ലം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. അത് അങ്ങനെയാണ് നോമ്പ് പിടിക്കാണ്ടായത്. തീരെ അവശ നിലയിലായിട്ട് അങ്ങനെ കിടപ്പിലായിരുന്നു. തന്നെയല്ല, ഇനിയിപ്പോ അരി കൊടുക്കുന്നത് നമ്മുടെ യത്തീംഖാനകൾക്ക് ഏതിലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് കൂടിയിട്ടാണ് ചോദിക്കുന്നത്. സുഖമില്ലാതെ 2.5 കൊല്ലം കിടന്നു. അങ്ങനെ 2 കൊല്ലത്തെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ പിള്ളേ? അവിടെ മുദ്ദ ആവർത്തിക്കേണ്ടതില്ല. ഒരു ദിവസത്തിന് ഒരു മുദ്ദ് വീതം കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കൊല്ലത്തിനും ഒരു മുദ്ദ് വീതം കൊടുത്താൽ മതി. ഇതിന്റെ മുമ്പത്തെ കൊല്ലത്തിനും ഒരു മുദ്ദ് വീതം കൊടുത്താൽ മതി. കാരണം എന്താന്ന് വെച്ചാൽ, നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതിയുള്ള ഒരു മനുഷ്യൻ നോമ്പ് നോക്കുകയല്ല വേണ്ടത്. പിന്നെ അത് മാറി സുഖം വരാത്ത നിലക്കുള്ള അനാരോഗ്യം കൊണ്ടാണ് നോമ്പ് നോൽക്കാൻ പറ്റാതെ ആയതെങ്കിൽ ആദ്യം തന്നെ ഒരു ദിവസത്തിന് ഒരു മുദ്ദ് മതി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ആരോഗ്യം വന്ന് നോമ്പ് നോൽക്കാനുള്ള സാഹചര്യം വരാത്തത് കൊണ്ട് കൊല്ലം പിന്തിച്ചതിന്റെ പേരിൽ അദ്ദേഹം കുറ്റക്കാരനാവുകയും ഇല്ല. അപ്പോ ഈ 2.5 കൊല്ലത്തിനിടയിൽ 2 കൊല്ലത്തെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ 2 കൊല്ലത്തെ നോമ്പിന് ഒരു ദിവസത്തിന് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി വീതം കൊടുക്കുക. സ്ഥാപനത്തിൽ കൊടുക്കാവുമ്പോൾ അത് പ്രത്യേകം പറയണം. അതായത് സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കീന്മാരിൽ പെട്ടവർക്ക് കൊടുക്കണം. അല്ലാഞ്ഞാൽ നമ്മളെ കടമ വീടുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞത് ഇന്ന വകുപ്പിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരത് സൂക്ഷിച്ച് അതിന് പറ്റുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെ. ഇല്ലെങ്കിൽ നാട്ടിലെവിടെയെങ്കിലുമുള്ള പാവപ്പെട്ടവർക്ക് കൊടുത്താൽ മതി. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ മുദ്ദ് വേറെ വേറെ കൊടുത്തോളന്നില്ല. ഒരാൾക്ക് തന്നെ ഒന്നിലധികം മുദ്ദ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ സംശയം, ഒരു യതീം മക്കൾക്ക് വേണ്ടി ഒരു കളക്ഷൻ നടത്തി. ആ കളക്ഷനുമായിട്ട് ഇവര് വീട്ടിൽ ചെന്നപ്പോ അവര് അത് നിരസിച്ചു. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ യതീം മക്കൾക്ക് വേണ്ടി പിരിച്ച പൈസ അത് മറ്റ് യതീം കുട്ടികളിലേക്ക് തിരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇപ്പോ തൊട്ടു മുമ്പെടുത്തിരുന്ന ആളുടെ ശബ്ദമല്ലായിരുന്നു. അദ്ദേഹം ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് ശബ്ദം തീരെ പുറത്തു വരാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഡോട്ടിട്ടതാണെന്നാ തോന്നുന്നത്. അതിന് കുഴപ്പമില്ല. ഇപ്പൊ ചോദിച്ച ആളതല്ല, അതിന് മുമ്പുള്ള, അതിന് മുമ്പ് ഒരാളെടുത്തല്ലോ. എന്തായാലും പേര് ആ 2 ലാസ്റ്റ് വരുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തു പോകേണ്ടത്. മൈക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഇപ്പൊ ചോദിച്ച ആള് ചോദിച്ചത് കേട്ടൊക്കെ ചെയ്താണ്, കേക്കായി അല്ല. എന്തേലും ഇപ്പൊ ചോദിച്ച ചോദ്യം ഞാൻ മറന്നല്ലോ. മറ്റേ ആൾ ശ്രദ്ധിച്ചപ്പോ ചോദ്യം മറന്നു. യതീം മക്കൾക്ക് വേണ്ടി പിരിച്ചാതെ ഞാൻ മറ്റേ പോത്തിന്റെ ഓർമ്മയിൽ വിട്ടുപോയത്. എനിക്ക് അങ്ങനെ ഭയങ്കര ഓർമ്മയെ ചിലപ്പോ, അതുകൊണ്ടുള്ള കേടാതൊക്കെ. യതീം മക്കൾക്ക് ഒരു പ്രത്യേക യതീം കുട്ടികൾക്ക് വേണ്ടി സഹായിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ധനശേഖരണം നടത്തി സഹായം സ്വീകരിച്ച് നമ്മൾ പിരിവെടുത്തു. പക്ഷെ ആ സംഖ്യയുമായി ഈ യതീം കുട്ടികളെ സമീപിച്ചപ്പോൾ അത് അവർ സ്വീകരിച്ചില്ല. നമ്മൾക്കത് അതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരത് തിരസ്കരിച്ചാൽ എന്ത് ചെയ്യണമെന്ന. അപ്പൊ പിന്നെ അർഹതപ്പെട്ട മറ്റ് യതീം മക്കൾക്ക് അത് കൊടുക്കാവുന്നതാണ്. ഒരു മസ്ലഹത്തിന് വേണ്ടിയിട്ട്, ഒരു ഖൈരിയായ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പൊതു സംഭാവന സ്വീകരിച്ച്
അവർ അത് സ്വീകരിക്കാതെ പോവുകയോ അതല്ലെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ അതിന്റെ മിസിലായ സമാനമായ കാര്യത്തിന് അത് വിനിയോഗിക്കണം എന്നത് ഇസ്ലാമിൽ അംഗീകൃത തത്വമാണ്. അതനുസരിച്ച് മറ്റ് യത്തീം മക്കൾക്ക് അത് കൊടുക്കാവുന്നതാണ്. അനർഹതപ്പെട്ട വാങ്ങാൻ തയ്യാറുള്ള വേറെ യത്തീം കുട്ടികളുണ്ടാവും, അവർക്ക് കൊടുത്താൽ മതി, യാതൊരു കുഴപ്പമില്ല. അസ്സലാമലൈക്കും. ഇവിടെ ഒരു യു പിക്കാരന് ഒരാൾ പൈസ കൊടുക്കാണ്ട്, ആള് മരിച്ചും ചെയ്തേക്കണം. പക്ഷെ ആളെ അഡ്രസ്സും ഒരു വിവരമില്ല, ആളെ വീട്ടിലേക്ക് എത്തിക്കാനൊന്നും കഴിയൂല. അപ്പൊ ഇനി എന്താണ് ആ കാശ് കാട്ടേണ്ടി എന്ന് അറിയാനാണ്. അസ്സലാമലൈക്കും. യു പിക്കാരനായ ഒരാൾക്ക് ഒരു സംഖ്യ കൊടുക്കാനുണ്ട്, അദ്ദേഹം വഫാത്തായിപ്പോയി. നിയമപ്രകാരം വേണ്ടത് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളെ കണ്ടെത്തി അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്, അതാണ് നിയമം. പക്ഷെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അയാളുടെ അനന്തരാവകാശികൾ ആരാണെന്നോ എവിടെയാണെന്നോ അറിയാനുള്ള യാതൊരു മാർഗവും കാണുന്നില്ല. അന്വേഷിക്കാൻ പരമാവധി അന്വേഷിച്ചു, പക്ഷേ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളെ സംബന്ധിച്ചുള്ള ഒരു വിവരവും കിട്ടിയില്ല. എന്നാ പിന്നെ മസാലിഹിൽ വിനിയോഗിക്കുക, അതായത് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളെ ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടുകയാണെങ്കിൽ ഞാനത് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് തന്നെ കൊടുക്കും എന്ന് സ്വയം ഏറ്റെടുക്കുകയും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സംഖ്യ ഞാൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഹൈറായ മാർഗത്തിൽ സദഖ ചെയ്യുന്നു, ഇതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഹക്കടപാടിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. എന്നിട്ട് വല്ല ഹൈറിന്റെ നല്ല കാര്യത്തിലേക്ക് ആ സംഖ്യ സദഖ ചെയ്യുക. പക്ഷെ അപ്പോഴും എന്ത് വേണം? ഒരിക്കൽ എപ്പോഴെങ്കിലും ഈ വ്യക്തിയുടെ അനന്തരാവകാശികളിൽപ്പെട്ടവരെ ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ ആ ഹക്ക് ഞാൻ അവർക്ക് കൊടുത്തു വീട്ടും എന്നുള്ള മാന് നിങ്ങൾ എടുക്കണം. എത്തിയിട്ടില്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരാവില്ല, എത്തിയാൽ കൊടുക്കേണ്ടി വരും. ആ നിലക്ക് ചെയ്യലാണ് ഈ ഹക്കടപാടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ല വഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു അമുസ്ലിം സുഹൃത്തായ പടിക്കർ 5 വർഷത്തോളമായി താമസിക്കുകയും തന്റെ ആരാധന കൃത്യമായി നടത്തുകയും ചെയ്തിരുന്ന റൂമിലേക്ക് ആ റൂം എടുത്ത് നാം അതിലേക്ക് താമസം മാറ്റുകയാണെങ്കിൽ പ്രത്യേകമായി വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ആവശ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ല മുബാറക്കായ വല്ല വെള്ളങ്ങളും ഉണ്ടെങ്കിൽ ആ റൂം നന്നായി വൃത്തിയാക്കിയതിനു ശേഷം, ഉദാഹരണം റാത്തീബിന്റെ മജ്ലിസിൽ വെച്ചതോ ഖുത്ബിയത്തിന്റെ മജ്ലിസിൽ വെച്ചതോ അതുപോലെയുള്ള സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ചതോ അതല്ലെങ്കിൽ ഷെറേ മുബാറക്ക് ഇട്ടതോ അതല്ലെങ്കിൽ സംസം വെള്ളം കലർത്തിയതോ ആയ ബറക്കത്തുള്ള വല്ല വെള്ളവും കൊടയ ഒലിച്ചുകൊടക്കല്ല, ആദ്യമൊക്കെ നന്നായി അടിച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഇങ്ങനെയുള്ള ബറക്കത്തുള്ള വല്ല വെള്ളവും കൊടഞ്ഞുകൊണ്ട് അതിൽ താമസമാക്കുന്നത് നല്ലതാണ്. ഇത് എന്റെ വക ഇജ്തിഹാദായിട്ട് പറയല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ബഹ്റൈനിൽ നിന്നിട്ട് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഗോത്രക്കാരുടെ പ്രതിനിധി സംഘം വന്ന് ഇസ്ലാമതം സ്വീകരിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ പണ്ട് നസറാക്കളായിരുന്നു, ബഹ്റൈനിക്കാരൻ, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്, ഇനി അവിടെ ആരും നസാറാക്കളായിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ഗ്രാമത്തില് അന്ന് ക്രിസ്ത്യാനികളായിരുന്ന കാലത്ത് പൂജകളും ആരാധനകളൊക്കെ നിർവഹിച്ച ഒരു കനീസയുണ്ട്. ഇനി ഞങ്ങൾ അതിൽ ആരാധിക്കാൻ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ അത് പള്ളിയായിട്ട്
മസ്ജിദായിട്ട് ഉപയോഗിച്ചു കൊള്ളട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു ചെയ്തു? ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്ത് ആ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്നാൽ ആ കനീസ നന്നായി വൃത്തിയാക്കണം. അതിനുശേഷം ഈ വെള്ളം അതിൽ കൊടയണം. അതിനുശേഷം നിങ്ങൾ അവിടെ ബാങ്ക് വിളിച്ച് നിസ്കാരം നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോ ഈ സ്വഹാബത്ത് പറഞ്ഞു, ഹബീബ നബിയെ, മദീനയിൽ നിന്ന് ബഹ്റൈനിലേക്ക് എത്തേണ്ട ഇപ്പത്തേക്ക് ബസ് സൗകര്യമോ ഫ്ലൈറ്റോ ഒന്നും ഇല്ലല്ലോ, ഒട്ടകപ്പുറത്ത് പോകണം. നല്ല ചൂട് കാലമാണല്ലോ നബിയെ, വളരെ ദൂരവുമല്ലേ, അല്പം വെള്ളം ഈ അങ്ങ് ഉതുകൊടുത്ത് ഈ അല്പം വെള്ളം അവിടെ എത്തുമ്പോഴേക്ക് അത് വറ്റിപ്പോവില്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറ്റിപ്പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നല്ല തൊഹൂറായ വേറെ വെള്ളം അല്പം അതിൽ കൂട്ടിക്കൊടുത്താൽ മതി, അതുകൊണ്ട് ബറക്കത്ത് നഷ്ടപ്പെടുകയില്ല എന്ന്. അങ്ങനെ അവർ ആ വെള്ളം കൊണ്ടുപോയി അവിടെ ആ കനീസ നന്നായി വൃത്തിയാക്കിയതിനു ശേഷം അതിൽ ഈ വെള്ളം കുടഞ്ഞുകൊണ്ടാണ് നിസ്കാരം തുടങ്ങിയത്. ഈ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞത് സംസം വെള്ളം, അതല്ലെങ്കിൽ ഷഹറെ മുബാറക്ക് ഇട്ട വെള്ളം, അതല്ലെങ്കിൽ ദിക്റിന്റെ സ്വലാത്തിന്റെ ദുആ മജ്ലിസിൽ ഒക്കെ വെച്ച വെള്ളം, ഇങ്ങനെയുള്ള വെള്ളം ആദ്യം വൃത്തിയാക്കിയതിനു ശേഷം ആ വെള്ളം കുടഞ്ഞിട്ട് ആകുക. എന്നാ പിന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും വല്ല ശ്വാസോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ പോകാനും നന്ന്, അതുമായി ബന്ധപ്പെട്ട് വല്ല ശൈത്താന്യയോ മറ്റോ ഉപദ്രവങ്ങളൊന്നും വരാതിരിക്കാനും നന്ന്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് വലിയ മുടക്കൊന്നുമില്ല. വല്ല സ്വലാത്ത് മജ്ലിസിലോ ദിക്ർ മജ്ലിസിലോ ഒക്കെ വെച്ച വെള്ളമോ അല്ലെങ്കിൽ സംസം വെള്ളമോ ഏതെങ്കിലും കുറച്ച് അങ്ങനെ കുടഞ്ഞാൽ മതി. ഓക്കെ. ഞാൻ ഒരു സൗദിൻ്റെ അടുത്ത് നിന്ന് ബിസിനസ് ആവശ്യാർത്ഥം എന്ന് പറഞ്ഞ് ഒരു 1000 റിയാല് വാങ്ങിയിരുന്നു. ബിസിനസ് നടത്തി, പക്ഷെ അത് പൊളിയുകയാണ് ചെയ്തത്. അതിനുശേഷം ആ സൗദിനെ കണ്ടില്ല. ഞാൻ എന്ത് ചെയ്യണം എന്നാണ് എൻ്റെ ചോദ്യം. ദുആ വസിയത്തോടെ അബൂ റാസി കൊളത്തൂർ ജിദ്ദ. അസ്സലാമു അലൈക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയല്ലേ. അതായത് ഒരാളോട് നമ്മള് ഒരു സംഖ്യ കടം വാങ്ങി, അത് നമ്മൾ അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ അയാളെ ബിസിനസ്സിൽ ഷെയറുകാരനാക്കിയിട്ടല്ലല്ലോ കൂട്ടിയത്. നമ്മളുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി എന്ന നിലക്ക് കടമായി ഒരാളോട്, സൗദി പൗരനായ ഒരു വ്യക്തിയോട്, നമ്മുടെ ഒരു പരിചയക്കാരനോട് കടം വാങ്ങി. കച്ചവടം പൊളിഞ്ഞു, അത് വേറെ വിഷയം. ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയി. ചിലപ്പോൾ വിജയിക്കുകയും ചെയ്യും. രണ്ടായാലും ഈ കാശ് തിരിച്ചു കൊടുക്കേണ്ട സമയമായപ്പോൾ ഈ വ്യക്തിയെ കിട്ടുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരവുമില്ല. അന്വേഷിക്കാൻ പറ്റുന്നിടത്തോളം അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ സംബന്ധിച്ചോ മറ്റോ ഒരു വിവരവും ഇല്ല എന്ന് വന്നാൽ, ഇവിടെ പക്ഷെ വേറെ സൗകര്യമുണ്ട്. സൗദി പൗരന്മാരാവുമ്പോ അവരുടെ ഹക്ക്, അനന്തരാവകാശികളെ കിട്ടാതെ വരുമ്പോൾ ബൈത്തുൽമാനിൽ അടക്കാന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ അവകാശപ്പെട്ട വ്യക്തിക്ക് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ബൈത്തുൽമാലിൽ അടച്ചാൽ മതി. ഇനി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെയും ചെയ്യാം. അതായത് അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ടവരെയോ ഏത് കാലത്ത് എപ്പോൾ കണ്ടാലും ഞാൻ അത് കൊടുക്കാം എന്ന ബാധ്യത സ്വയം ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യാ, നമുക്ക് ഒരുപക്ഷെ അത് ഹൈറായ വല്ല കാര്യത്തിലേക്കും സദഖ ചെയ്ത്, അള്ളാഹുവേ അദ്ദേഹത്തിന് ഇതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് അക്കടപാടിൽ നിന്നിട്ട് എന്നെ നീ രക്ഷിക്കണമേ എന്ന് ദുആ ചെയ്യുക. പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളോ കണ്ടെത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കാശ് കൊടുക്കുക. ആ ബാധ്യത ഏറ്റാൽ നമ്മളെ അക്കടപാടിൽ നിന്നിട്ട് രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഉസ്താദ്. ഇന്നലെയുള്ള ഒരു ചോദ്യമാണ്. അതായത് ശുദ്ധിയുള്ള വസ്തുക്കൾ കൊണ്ട് വെള്ളം പകർച്ചയായാൽ അത് ഒളു എടുക്കാനും കുളിക്കാനും ഒക്കെ പറ്റും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സൂപ്പറേറ്റ് ഇറ്റിപ്പോവുക, അതുപോലെ തന്നെ സോപ്പ് വീഴുക. ഇപ്പൊ ഉസ്താദ് പറഞ്ഞ മറുപടി ഇന്ന് ഒരു ഉപചോദ്യം ഉണ്ടായിരുന്നു ഉസ്താദെ. ബൈത്തുൽ മാലിൽ അടച്ചതിന് ശേഷം ഒരു
അവകാശിയെ കണ്ടെത്തിയാൽ പിന്നെ അത് പിന്നെ ബൈത്തുൽ മാൽ കൊടുക്കണോ അതല്ല അടച്ച ആൾ കൊടുക്കണോ എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബൈത്തുൽ മാൽ ഇയാളുടെ അഡ്രസ്സ് സഹിതം ഇന്ന ആളാണ് വാങ്ങിയത്, പക്ഷെ അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ടവരെ കിട്ടാത്തത് കൊണ്ട് ബൈത്തുൽ മാലിൽ അടക്കുന്നു എന്ന നിലക്കാണെങ്കിൽ പിന്നെ ആ ബൈത്തുൽ മാലിൽ നിന്നിട്ട് അദ്ദേഹത്തിന് അത് തിരിച്ചു കിട്ടാൻ വകുപ്പുണ്ടാവും, ബൈത്തുൽ മാൽ വാങ്ങിക്കോളും. അതില്ലാത്ത നിലക്കാണ് ഏതോ ഒരാൾക്ക് കൊടുക്കാണ്ടെന്നുള്ള ആൾക്ക് അയാൾ ചെന്നിട്ട് ബൈത്തുൽ മാലിൽ ചെന്ന് ചോദിച്ചാൽ ബൈത്തുൽ മാലിൽ നിന്ന് തിരിച്ചു കിട്ടൂല. ആ സാഹചര്യത്തിൽ പിന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അയാളുടെ അനന്തരാവകാശിക്ക് തന്നെ കൊടുക്കുക. അനന്തരാവകാശി കിട്ടാത്ത സമയത്ത് നെറൂറത്തിന് മാത്രമാണ് ഈ ബൈത്തുൽ മാല് അതല്ലെങ്കിൽ നമ്മൾ സ്വന്തം ഹക്ക് ഏറ്റെടുത്തുകൊണ്ട് സദഖ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. തൊഹൂറായ സാധനം കലർന്നുകൊണ്ട് പകർച്ച കുറഞ്ഞ പകർച്ചയാണെങ്കിൽ അതുകൊണ്ട് വുദു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അധികരിച്ച പകർച്ച, അതായത് പച്ചവെള്ളം എന്ന് പറയാൻ പറ്റാത്ത നിലക്ക് പ്രത്യേകം ഒരു പേര് വരുമാർ കൂടുതൽ പകർച്ച വന്നിട്ടുണ്ടെങ്കിൽ തൊഹൂറായ വെള്ളം അല്ല ത്വാഹിറായ സാധനം കലർന്നിട്ടാണെങ്കിലും അതുകൊണ്ട് വുദു ചെയ്യാൻ പറ്റൂല. അപ്പോ ത്വാഹിറായ സാധനം കലർന്ന് പകർച്ച വന്ന വെള്ളത്തെ പറ്റി അധികമായി പകർച്ചയായിട്ട് പച്ചവെള്ളം എന്ന് പറയാൻ പറ്റാത്ത നിരക്ക് പകർച്ച വന്നിട്ടുണ്ടെങ്കിൽ വുദുവിന് പറ്റൂല. അതില്ല കുറഞ്ഞ പകർച്ചയേ ഉള്ളൂ എങ്കിൽ വുദു ചെയ്യാൻ പറ്റുകയും ചെയ്യും. മൈക്കിർത്തോളി മുകളിലൊക്കെ ഇങ്ങനെ നിൽക്കണവർ കാത്തുന്നാലേ സമയം ഉണ്ടാവില്ലേ? വേഗം നോക്കി, മുകളിലുള്ള ആൾക്ക് മൈക്ക് കിട്ടാഞ്ഞിട്ടാണോ? അസ്സലാമലൈക്കും ഉസ്താദ്. എന്റെ സംശയം കൂടി ഉസ്താദ് വിസ്മിക്കണം ചോദിക്കുന്നതാണ്. ഉസ്താദ് ജുമാക്ക് തീരെ പോകാനേ പറ്റുന്നില്ല ഉസ്താദ്, എന്താ അവസ്ഥ ചെയ്യേണ്ടി? പിന്നെ അവിടെ കാരണം അവിടെ ജുമാ നിസ്കരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം എന്താ വണ്ടി കിട്ടുന്നില്ല പോകാൻ. അപ്പൊ സുബഹിസ്കരിച്ചിട്ട് അവിടുന്ന് ക്യാമ്പിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോകുള്ളൂ അവിടെ. ആ പോയിട്ട് പിന്നെ അവിടെ ജുമാക്ക് പോകാനും പറ്റുന്നില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും. എന്താ പനി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാ. അവിടെ കൊണ്ടുപോയിട്ട് ഒരു 4 അറബികളെ കൊണ്ടുവന്നിട്ട് അവിടെ അയലോകത്ത് താമസാക്കിയിട്ട് ജുമാ എടുക്കാൻ പറയാനാ പറ്റുമോ? അതല്ലെങ്കിൽ നമ്മളെ മദ്ഹബല്ലാത്ത മറ്റു മദ്ഹബുകാരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് മസ്ഊലിങ്ങളായ ആളുകളോട് അനുമതി വാങ്ങിയാൽ താമസക്കാരില്ലാത്ത സ്ഥലത്ത് വേണമെങ്കിലും ജുമാ നടത്താൻ പറ്റും. അങ്ങനെ ആ മദ്ഹബ് അനുസരിച്ച് ജുമാ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ജോലി രാജ്യച്ചോളി ഹൈറുള്ള വേറൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കുക. അല്ലാതെ ഞാൻ എന്താ പറഞ്ഞുതരാ? ഹലാലാണെന്ന് പറഞ്ഞു മൊത്തം വരാൻ പറ്റുമോ? സംഗതി മസ്അല കിതാബ് പറഞ്ഞ് ഇമാമിങ്ങൾ പറഞ്ഞു തരാനല്ലാതെ നമുക്കൊന്നും പറ്റൂലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാ, ഒന്നിരിക്കൽ അവിടെ കുറെ ആളുണ്ട്, പക്ഷേ അവര് ഹനഫികളോ മറ്റൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ സ്ഥിരതാമസക്കാരില്ലാതിരുന്നാലും ജുമാ തുടങ്ങാം. അങ്ങനെ അവര് ജുമാ എടുത്താണെങ്കിൽ ആ മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് അതിനെ തുടർന്ന് നമുക്ക് നിസ്കരിക്കാം. സൂക്ഷ്മതക്ക് വേണമെങ്കിൽ പിന്നെ 100 മടക്കി നിസ്കരിച്ചാലും മതി. അതിനൊന്നും പറ്റൂല. നിങ്ങളാകെ 4 ആളേ ഉള്ളൂ. എന്നാല് അള്ളാഹിനോട് ദ്വാരക്കുക, ജുമാ ഖളാആകാത്ത നിലക്കുള്ള നല്ല ഹൈറായിരിക്കുന്ന ഒരു ജോലി തരണേന്ന്. അല്ലാതെ എന്തായാലും കാട്ടുക. സംഗതി ജുമാ വുജൂബുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തി സുബഹിക്ക് ശേഷം യാത്ര പുറപ്പെടൽ ഹലാലാവണമെങ്കിൽ ഒരു പക്ഷേ ഉദ്ദേശ ലക്ഷ്യസ്ഥാനത്ത് നിന്നോ അതല്ലെങ്കിൽ വഴിയിൽ നിന്നോ ജുമാ കിട്ടണം. അത് കിട്ടില്ല എന്ന് കണ്ടാൽ ആ യാത്ര ഹറാമാണ്. അതേ ഇപ്പൊ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞു തരല്ലാതെ ഞാൻ എന്താ കാട്ടണ്? പിന്നെ പറഞ്ഞു തരാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ കുടുംബസ്ഥിതി ഒന്നും എനിക്കറിയില്ല. നിങ്ങൾ രാജ്യച്ചാളി എന്നിട്ട് വേറെ വല്ല ജോലിയും കിട്ടുമോ നോക്കിക്കോളി, അങ്ങനെ ഇപ്പം പറയാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് മുമ്പുള്ള ആളെടുക്കാത്തോണ്ട് അവസ്ഥ എടുത്തത്. ഒരാളിപ്പോ നമുക്കൊരു പൈസ തരാൻ ഉണ്ട്, അത് നമുക്കറിയില്ല. അതായത് 15 കൊല്ലം മുമ്പോ 20 കൊല്ലം മുമ്പോ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ നമുക്ക് പൈസ തരികയാണെങ്കിൽ അത് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്, നിരസിക്കണോ അതോ വാങ്ങണോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്ക് തീരെ ഓർമ്മയില്ല, അവര് കൊടുന്നു തരികയാണ്. 15 കൊല്ലം മുമ്പുള്ളതെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
മൈക്ക് വിടാൻ മറക്കല്ലേ, മൈക്ക് ഇടാൻ മറന്നാലേ സമയം വെറുതെ പോവുകയാണ്. ഒരു 10 20 അല്ലെങ്കിൽ 10 15 കൊല്ലം മുമ്പ് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഒരാള് പറയും ഈ സംഖ്യ നിങ്ങൾക്ക് തരാനുള്ളതാണ്, ഇത്ര കൊല്ലം മുമ്പ് നിങ്ങളോട് വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തരുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മയില്ലെങ്കിൽ രണ്ടാലൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു പക്ഷേ അയാൾ പറഞ്ഞത് ശരിയാണ്, അയാൾ അതിനെ നമ്മളെ പറ്റിക്കാനൊന്നും പറഞ്ഞതല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങൽ ഹലാലാണ്. അതല്ലെങ്കിൽ അത് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറയാവുന്നതുമാണ്. എന്നാൽ അയാളും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും. രണ്ടാലൊന്ന് വേണം. ഒന്നിരിക്കൽ അയാളോട് എന്ത് പറയാ, എനിക്കങ്ങനെ ഓർമ്മയില്ല, ഏതായാലും ആട്ടെ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നു, എന്നാ അയാളും രക്ഷപ്പെട്ടു, നിങ്ങളും രക്ഷപ്പെട്ടു. അതല്ല അയാൾ പറയുന്നത് നമുക്ക് ഓർമ്മയില്ലെങ്കിലും അയാൾക്ക് നല്ല ഉറപ്പുണ്ട് വാങ്ങിയതാണ്, അങ്ങനെ ഈ പറഞ്ഞ ഉറപ്പുള്ള സ്ഥിതിക്ക് എനിക്കങ്ങനെ തരാനുള്ളതാണെങ്കിൽ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യാം. രണ്ട് രീതിയും നിങ്ങൾക്ക് ചെയ്യാം. അസ്സലാമു അലൈക്കും. ചോദ്യം, ഇപ്പൊ ഒരാളെ കയ്യിൽ നിന്ന് അനധികൃതമായിട്ട് ഞാൻ പൈസ എടുക്കുകയാണ്, അയാൾ അറിയാതെയാണ് ആ പൈസ എടുക്കുന്നത്. പിന്നീട് എനിക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് തോന്നി. പക്ഷെ ഞാനത് തിരിച്ച് അദ്ദേഹത്തോട് പറയാം, ഞാൻ ഇങ്ങനെ അറിയാതെ എടുത്തതാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അയാളൊരു പക്ഷേ ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ തമ്മിലുള്ള ആ ബന്ധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ പണം ഏത് രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തുറന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ പ്രയാസം നേരിടും എന്ന് കണ്ടാൽ ഒന്നിക്കൽ അത് പറയാതെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ അയാൾക്കത് കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിനു വേണ്ടി ഈ ഒരു സംഖ്യ ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഇത് നിങ്ങൾ എന്നിൽ നിന്നിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഞാനും നിങ്ങളുമായിട്ട് അങ്ങനെയൊന്നും പറയണ്ട, ഞാനും നിങ്ങളുമായിട്ട് ഒരു ഹക്കടപാടുണ്ട്, നിങ്ങളടുക്കൽ ഓർമ്മ ഉണ്ടാവില്ല, ആ ഹക്ക് വീട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തരുന്നത്, അതുകൊണ്ട് ഇത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി പറയാതെ കച്ചവടത്താപ്പനങ്ങളിൽ നിന്നിട്ടൊക്കെ ആണെങ്കിൽ പറയാതെ തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ടാലും മതി. മനസ്സിലായില്ലേ? ഹക്കടപാട് വീടല്ലേ വേണ്ടി, അത് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല, അത് എന്റെ വക നിങ്ങൾക്കൊരു ഹദിയാണ് എന്ന് പറഞ്ഞു കൊടുത്തെങ്കിലേ അയാൾ സ്വീകരിക്കുള്ളൂ. അപ്പൊ നിങ്ങളെ മനസ്സിലെന്താ ഉദ്ദേശം, അയാൾ അങ്ങനെ പറഞ്ഞാലേ സ്വീകരിക്കുള്ളൂ, പക്ഷെ ഞാൻ കൊടുക്കണം എന്റെ ഹക്ക് വീടാനാണ് എന്ന നിലങ്ങൾ കരുതിയിട്ട് അയാളോട് കൊടുത്ത് സന്തോഷം. അതല്ലെങ്കിൽ അതൊന്നും പറ്റൂലെങ്കിൽ എന്താ, നമ്മൾ തമ്മില് കുറെ കാലം ഇടപാടും ഏർപ്പാടും ഒക്കെ ഉള്ളതല്ലേ, മനുഷ്യൻ എന്നുള്ള ആൾക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വല്ല ഹക്കടപാടും ഉണ്ടെങ്കിൽ അത് ആ പടച്ചോനെ വിചാരിച്ച് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്നാണ്. അപ്പൊ അയാൾക്ക് ഇതൊന്നും അറിയില്ല, സംഗതി ഇത്ര സംഖ്യകൾ എടുത്തുണ്ട് നിങ്ങൾ അയാൾക്ക് കൊടുക്കേണ്ടതെന്നൊന്നും അറിയാം. എന്നാലും ആ നമ്മൾ തമ്മിലുള്ള എന്ത് ഇടപാടുണ്ടെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നാലും പെടുന്നതാണ്. അല്ലാതെ തുറന്നു പറഞ്ഞാൽ അതിന്റെ പേരിൽ വലിയ ഫസാദുകൾ കുഴപ്പങ്ങൾ ഉണ്ടാവും എന്ന് കണ്ടാൽ തുറന്നു പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഹക്കാണ്, ഒരു നിരക്കില്ലെങ്കിൽ ഒരു നിരക്ക് വീട്ടാൻ കഴിയൂലെങ്കിൽ സന്തോഷപൂർവ്വം അയാളോട് പൊരുത്തപ്പെടിക്കണം. അതിന് ഇന്നത്ര സംഖ്യ എന്നെ നിരക്ക് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞോളന്നില്ല. നമ്മൾ തമ്മിൽ അക്കടപാടുകൾ ഉണ്ടാവും, നമ്മൾ മനുഷ്യന്മാരല്ലേ, കുറെ കാലം ഇടപാടപ്പെട്ടവരല്ലേ. അപ്പൊ എന്തെങ്കിലും അക്കടപാടുകൾ തമ്മിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പടച്ചോനെ വിചാരിച്ച് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയാം. അയാളത് ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ഹക്കിൽ നിന്നിട്ട് ഒഴിവാകും. ഇവിടെ ഒരു ഉപചോദ്യം ഉള്ളതുകൊണ്ടാണ് മൈക്കെടുത്തത്, ക്ഷമിക്കണം. അതായത് ഇപ്പൊ ഒരാളോട് ഇപ്പോ പിന്നെ നമ്മളുമായിട്ട് എന്തെങ്കിലും അക്കടപാടന്റെ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞാല് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് കൊടുത്ത ശേഷമോ അതല്ല അത് കൊടുക്കാതെ തന്നെ പൊരുത്തപ്പെടും എന്നാണോ എന്നുള്ളതാണ് സംശയം. അല്ല സാധാരണ ഇപ്പൊ നമ്മള് ഒരു ഹജ്ജിനോ ഉംറക്കോ പോകുന്ന സമയത്തും അല്ലാതെയും ഒരാളെ കണ്ടാലും പരിചയക്കാരെ കണ്ടാലും ഒക്കെ അങ്ങനെ പറയുമ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടു എന്നുള്ള. അപ്പൊ വെറുതെ ആ വാക്കും വരെ അത് തീരുമോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കല്ലേരി പേടിക്കണ്ട, പൊരുത്തപ്പെട്ട് നമ്മൾ തമ്മിലുള്ള ഇടപാട് എന്തുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടെങ്കിലും ഒക്കെ പൊരുത്തപ്പെടണം
എന്ന് പറഞ്ഞു. ഒക്കെ പൊരുത്തപ്പെട്ട് എന്ന് അയാളും പറഞ്ഞു. പിന്നെ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു 25,000 ഉറുപ്പ്യ ഒരിക്കൽ വാങ്ങിയുണ്ട്, ഒരു 15,000 ഒരിക്കൽ വാങ്ങിയുണ്ട്, ഒരു 10,000 ഒരിക്കൽ വാങ്ങിയുണ്ട്, ഒക്കെ പാടെ 50 കൊടുക്കാണ്ട്. ഇയാൾ ആ പഴയ ബുക്കൊക്കെ പൊടി തട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് പറയാണ്, എല്ലാം നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇടപാടുണ്ട് ഇനിയല്ലോ, അള്ളാനെ വിചാരിച്ച് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞതാണല്ലോ, നിങ്ങള് അത് മെല്ലെ ബുക്ക് കൊണ്ടുപോയിക്കാണ്ട് എന്താക്കി കളി അടുപ്പ് കിട്ടാളി അറിയാം. അക്കടപാടാണ് പൊരുത്തപ്പെടും. അത് പൊരുത്തപ്പെടണമെങ്കിൽ 15-ാം തീയതി വാങ്ങിയ 50,000, 1-ാം തീയതി വാങ്ങിയ 10,000, 31-ാം തീയതി രാവിലെ 8 മണിക്ക് വാങ്ങിയ 5,000, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? നമ്മൾ തമ്മിലുള്ള ഹക്കടപാടുകൾ പഠിച്ചവനെ വിചാരിച്ച് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. അതൊക്കെ ഞാൻ പൊരുത്താക്കി, നിങ്ങൾ എമ്മക്കും പൊരുത്തപ്പെട്ടു തരണം ദ്വാരക്ക് ഇട്ടോ പറഞ്ഞു. ഇൻഷാ അള്ളാഹുത്തില് നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും ഹൈർ തരട്ടെ. പിന്നെയാണ് സാധു അള്ളാഹത്തിന് ഉറപ്പുണ്ടല്ലോ, അള്ളാഹു പഠിച്ചവനെ അതിനനുസരിച്ച് അള്ളാഹുത്തിലെ കൂലിയറ്റേ അറിയാം. അതിന്റെ ആരും പറ്റിച്ചാ മോളെന്നല്ല പറയുന്ന കല്ലേരിയെ പക്ഷേ പൊരുത്തപ്പെടുമ്പോൾ ഓരോന്നും പ്രത്യേകം എടുത്തു പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊരുത്തപ്പെടിച്ചു കൊള്ളണം എന്നില്ല. നമ്മൾ തമ്മിലുള്ള ഹക്കടപാടുകൾ പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞു. അയാൾ ഞാനത് പൊരുത്തപ്പെട്ടു എന്നും പറഞ്ഞാൽ പിന്നീട് പൊങ്ങി വരുന്ന ഇടപാടുകളൊന്നും അതിന്റെ പേരിൽ പറഞ്ഞ് ചോദിക്കാൻ അയാൾക്ക് അവകാശമില്ല. എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്താ പിന്നെ പൊരുത്ത പിടിക്കേണ്ട ആവശ്യം എന്താ ഈ കല്ലേരിക്ക് കാശ് കൊടുത്തുകാണ്ട് പിന്നെ പൊരുത്ത പിടിക്കേണ്ട ആവശ്യം എന്താ? കൊടുക്കുന്നത് യതീഖാനെ കൊണ്ടായിട്ട് കൊടുക്കാൻ പറ്റും. ആളുണ്ടെങ്കിലും കൊടുത്താല് വിടുക എന്നുള്ളതാണ്. ഫിദിയ, സക്കാത്ത് പോലുള്ളതൊക്കെ അല്ലാഹു തആല 8 വിഭാഗങ്ങളെ ഖുർആനിൽ പറഞ്ഞത് ആ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ എത്തിക്കപ്പെട്ടവർക്ക് കൊടുക്കലാണ് കടമ. ഇപ്പൊ നടത്തുന്ന പല യത്തീംഖാനകളിലും നിങ്ങളത് കൊണ്ടുപോയി കൊടുത്താൽ അതുകൊണ്ട് ആ കടമ വീടൂല. കാരണം ഈ കുട്ടികൾക്ക് അത് പലപ്പോഴും കിട്ടുന്നില്ല. ബിൽഡിംഗ് എടുക്കുന്ന വിഷയത്തിനും ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആവശ്യത്തിനും അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യത്തിനും മറ്റ് മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്കും ഒക്കെ അത് ഉപയോഗിച്ചെന്ന് വരും. അങ്ങനെ വരുമ്പോ ഈ കുട്ടികൾക്ക് കിട്ടുന്നില്ലല്ലോ. ഇനി തന്നെയല്ല, കുട്ടികൾക്ക് ഭക്ഷണമായിട്ട് തന്നെ അത് കൊടുക്കുന്നുണ്ട് എന്നിരിക്കട്ടെ, എന്നാൽ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരും അർഹതപ്പെടാത്തവരും ഉണ്ടാവുമല്ലോ. അർഹതപ്പെടാത്തവരത് ഉപയോഗിക്കാൻ വന്നാൽ നമ്മളെ ആക്ട് വിടൂലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അതിന്റെ ശറഈയായ നിയമപ്രകാരം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യും എന്ന് ബോധ്യമുണ്ടെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കീന്മാര് പോലത്തെ ആളുകളെ കണ്ടെത്തി അവർക്ക് കൊടുക്കുക തന്നെ വേണം. ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇപ്പൊ ഞാനൊരു സാധനം വിൽക്കണം ഒരാൾക്ക്. അങ്ങനെ ആ സാധനം വിറ്റ് അദ്ദേഹം കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. പക്ഷെ തിരിച്ചു തരുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിന്റെ പണം തിരിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് തരാന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് എനിക്ക് കൊടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ഒരു ഹറാമായ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ പണം ഹറാമിലൂടെ ഉണ്ടാകുന്ന പണമാണെന്നും എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഈ പണം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഉസ്താദ്. അല്ല, ആ പണം ഞാൻ ഉപയോഗിച്ചാൽ അത് മറ്റ് ഹറാമിലേക്ക് പെടുമോ അതെന്ന് പറയണം. അസ്സലാമു അലൈക്കും. എന്തൊക്കെ കാട് കയറിയ ചോദ്യങ്ങളാണ് റഹ്മാനായ റബ്ബ്. വുദു മുറിയുന്ന മസ്അല എന്ന് കിതാബ് ഓതിയെ അതിന്റെ ഒരു 14 അയലത്തിനെങ്കിലും
പറ്റുന്ന ഒന്നുമല്ല. ഓരോരുത്തരും എന്തൊക്കെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. എനിക്കറിയില്ല എന്താണ് പറയുന്നതെന്ന് തന്നെ മനസ്സിലാകാത്ത അത്രയും വരീബായ, നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാതെ എന്തൊക്കെ കാര്യം അപ്പൊ പറഞ്ഞ്. ഒരു സാധനം ഒരാൾക്ക് വിറ്റ് കുറെ അയാൾ ഉപയോഗിച്ചു, എന്നിട്ട് പിന്നെ അയാൾ തിരിച്ചെന്ന് പൈസ കൊടുത്ത് കണ്ടായില്ല, പിന്നെ അയാൾ ഹറാമിന്റെ ഏർപ്പാടുകാരനാണെന്ന് മനസ്സിലാക്കി. എന്തൊക്കെ പറയുന്നത്. ഇസ്തഫ്തി ഖൽബക വഇൻ അഫ്തൂക വഅഫ്തൂക. അതപ്പൊ ഞാൻ പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിങ്ങൾ മനസാക്ഷിയോട് ചോദിക്കൂ. നിങ്ങൾ ഒരാൾക്കൊരു സാധനം വിറ്റു, അയാളത് വാങ്ങി, പിന്നീട് അദ്ദേഹം അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നു, നിങ്ങൾ അത് സ്വീകരിച്ചു, അയാൾക്ക് അതിന്റെ കാശ് നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അയാൾ എന്ത് ബിസിനസ്സുകാരനാവട്ടെ, നിങ്ങൾ അയാൾക്ക് സാധനം വിറ്റ് അതിന്റെ കാശ് അയാളോട് വാങ്ങിയിട്ടില്ലേ? ആ സാധനം രണ്ടാമത് നിങ്ങൾക്ക് അദ്ദേഹം തിരിച്ചു തന്നപ്പോൾ നിങ്ങൾ ഏറ്റെടുത്തതല്ലേ? അപ്പോൾ നിങ്ങൾ തൽക്കാലം കയ്യിലില്ലാത്തത് കൊണ്ടല്ലേ കാശ് കൊടുക്കാതിരുന്നത്? അയാൾ ഹറാമായ ബിസിനസ് ചെയ്യുന്ന ആളാണ് എന്നതുകൊണ്ട് ഈ സാധനം നിങ്ങൾ തിരിച്ചു വാങ്ങുമ്പോൾ അതിന് വിലയായ ഹക്ക് അയാൾക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനല്ലേ? അയാൾ എന്ത് കാഫിർ തന്നെയാണെങ്കിൽ എന്താണ് ഈ ചോദിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഒരു മനസ്സാക്ഷി എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലേ? അതിനോട് ചോദിക്കൂ. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വരും എന്നും ഞാനും അദ്ദേഹവും അവിടെ ഉണ്ടാകുമെന്നും ആ സാഹചര്യത്തിൽ ഞാൻ അയാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ബാധ്യസ്ഥനാകുമ്പോൾ അയാൾ ഒരു മോശപ്പെട്ട ആളാണ് എന്നതുകൊണ്ടാണ് പടച്ചോനെ ഞാൻ അയാളെ ഹക്ക് കൊടുക്കാത്തത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടുവോ എന്ന് നിങ്ങളുടെ സ്വന്തം മനസ്സിനോട് ചോദിക്കണം എന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചോദ്യം. ഒരാള് നമുക്ക് കുറച്ച് പൈസ തരാനുണ്ട്, ഒരുപാട് നാളായിട്ടുള്ളതാ. അപ്പോ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്നുള്ളത് ഉറപ്പ് നമ്മൾക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വയം അത് പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നതാണോ നല്ലത് അതോ അദ്ദേഹത്തോട് നേരിട്ട് തന്നെ അത് പറയുന്നത്? രണ്ടിലേതാ നല്ലത്? ഇനി അഥവാ ഇനി പൊരുത്തപ്പെട്ട് കൊടുത്തില്ല, അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ ഏതായിരിക്കും ഉത്തമം? ഒന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. പൊരുത്തപ്പെട്ട് കിട്ടൂലെന്ന് കണ്ടു, ഏതായാലും കിട്ടൂലെന്ന് കണ്ടാൽ ഞമ്മത് ദുന്യാവിന്ന് കിട്ടിയില്ലെങ്കിൽ ആഖിറത്തുനിന്ന് കിട്ടും. എന്തായാലും ഞമ്മക്ക് കിട്ടാനുള്ള ഹക്ക് എന്തായാലും നഷ്ടപ്പെടൂല. അതോടുകൂടി അയാള് നാളെ റബ്ബിന്റെ മുന്നിൽ ഹക്ക് തരാൻ ബാധ്യസ്ഥനാവും. അതിന്റെ പേരിൽ ഒരുപക്ഷെ അയാളുടെ ഹസനത്ത് നമുക്ക് തരേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളുടെ പാപങ്ങൾ അയാൾ ഏറ്റെടുക്കേണ്ടി വരും. ഇത് അദ്ദേഹം ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ നമ്മുടെ കാരണത്താൽ നമുക്കെന്തോ കാശ് തരാനുള്ള കാരണത്താൽ അയാൾ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. അതേ സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് അത് പൊരുത്തപ്പെട്ടു കൊടുത്താൽ അദ്ദേഹം ആ കുറ്റത്തിൽ നിന്നിട്ട് ഒഴിവാകും, നമുക്ക് സ്വതക്ക ചെയ്ത കൂലിയും കിട്ടും. അതിന് അയാളോട് പറഞ്ഞാൽ നല്ലത് തന്നെ, പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ സ്വതക്ക ചെയ്ത കൂലി കിട്ടും, നിങ്ങളുടെ ഹക്കിൽ നിന്നിട്ട് അയാൾ രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷേ അയാളുടെ മനസ്സിന് കുറച്ചുകൂടി സമാധാനം ഉണ്ടാകാൻ നല്ലത് അയാളോട് തന്നെ പറയലാണ്. കാരണം എന്താ, ഈ കൊടുക്കാനുള്ളത് ഞാനിപ്പോഴും കടക്കാരനാണെന്നുള്ളൊരു ബേജാർ എന്തായാലും ആ ഒരു പടച്ചോനെ പേടിയുള്ള ആളാണെങ്കിൽ അയാൾ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് പൊരുത്തപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിനൊരു സന്തോഷമായി. ഒരു മോമിനായ മനുഷ്യനൊരു സന്തോഷം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഹൈറായ കാര്യമാണ്. നിങ്ങൾ അയാളോട് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ സ്വയം അത് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹക്കിൽ നിന്നിട്ട് അയാൾ ഒഴിവാകും. നാളെ റബ്ബ് അതിന്റെ പേരിൽ അയാളെ ശിക്ഷിക്കൂല, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടൂല. കാരണം ഈ പൊരുത്തപ്പെട്ടത് സ്വതക്ക ചെയ്ത കൂലി കിട്ടും. അപ്പോൾ നമ്മളെ ഹക്ക് എന്തായാലും ഒന്നിരിക്കൽ ദുന്യാവ് കിട്ടും, അല്ലെങ്കിൽ ആഖിറത്ത് കിട്ടും. ദുന്യാവ് കിട്ടാണെങ്കിൽ കൂലി കിട്ടും, ദുന്യാവൊന്നും ആഖിറത്തൊന്നും കൂലി കിട്ടും. അതേ സമയത്ത് പൊരുത്തപ്പെടാതെന്നാലോ ആഖിറത്തിൽ നമ്മളെ ഹക്ക് അള്ളാഹു നമുക്ക് വാങ്ങിത്തരും. ഒരു പക്ഷേ അയാളുടെ ഹസനത്ത് വാങ്ങിത്തരും, അല്ലെങ്കിൽ നമ്മളെ സയ്യത്ത് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. രണ്ടാരും അവളെ ഹക്ക് നഷ്ടപ്പെടൂല. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യനെ ആഖിറത്തിൽ നമ്മൾ കാരണം ശിക്ഷിക്കണ്ടല്ലോ. ഞമ്മക്കാണെങ്കിൽ നഷ്ടമൊന്നുമില്ലാണ്, കൂലിയും കിട്ടും. പൊരുത്തപ്പെട്ടാളി അയാളോടൊന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ നല്ലതുമാണ്, പറഞ്ഞിട്ടില്ലെങ്കിലും അയാൾ അക്കടപാട് ഒഴിവാവും, നമുക്ക് കൂലിയും കിട്ടും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഒരു ചോദ്യം ഇവിടെ വന്നതേ, ഈ കീഴ്വായു മേലോട്ട് പിടിച്ച് വെച്ച് നിർത്തിയാല്
ഒതു മുറിയോ എന്നാ ചോദിച്ചത്. ഒതു മുറിയുന്ന കാര്യങ്ങൾ ആണല്ലോ പാഠം. അപ്പോൾ അയാൾക്കൊന്നുണ്ടായ ഒരു സംശയമാണ്. കീഴ്വായു മേലോട്ട് ഇവിടെ കീഴ്വായു വരുന്നത് മേലോട്ട് തന്നെ വലിച്ചു പിടിച്ച് നിർത്തുന്നു, എന്നാൽ ഒതു മുറിയുമോ എന്നാണ് ചോദിച്ചത്. ഒരു ചോദ്യമെങ്കിലും ഒതുമുറിയുന്നതിനെ പറ്റി ചോദിച്ചല്ലോ. മറ്റേ ഒക്കെ ഒന്ന് സാമ്പത്തിക ഇടപാടിലെ ആൾക്കാർ മുഴുവനുള്ളു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒതുമുറിയില്ലെങ്കിലും അത് നല്ലതല്ല, കറാത്താണ്. അതായത് അഹ്ബസേനിക്ക് മുട്ടലോട് കൂടിയുള്ള നിസ്കാരം ഹുസൂനെ കുറക്കുകയും അതുകൊണ്ട് തന്നെ കറാത്ത് വരികയും ചെയ്യും. എന്നാൽ വുദൂ മുറിയൂല. ഇതുപോലെ വെച്ചാൽ നല്ലോണം മൂത്രമൊഴിക്കാൻ മുട്ടുണ്ട്, എന്നാൽ അവിടെ മൂത്രം ഒഴിച്ച് വുദൂ എടുത്ത് ഒന്ന് നിസ്കരിക്കലാണ് സുന്നത്ത്. മൂത്രമൊഴിക്കാൻ നല്ലോണം മുട്ടലോട് കൂടി വുദൂ എടുത്ത്, കവാകാനൊന്നും സമയമായിട്ടില്ലെങ്കിൽ വുദൂ എടുത്ത് ആ മൂത്രമൊഴിക്കാൻ മുട്ടലോട് കൂടി എങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് നിസ്കരിക്കൽ കറാത്താണ്. അതുപോലെ തന്നെ കീവായു പോകാനുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിട്ട് രണ്ടാമത് വുദൂ എടുത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. സമയം ഒഴിവുണ്ടെങ്കിൽ, സമയം പറ്റിയെടുക്കുകയാണെങ്കിൽ അതോടുകൂടി നിസ്കരിക്കുകയും ചെയ്യണം. ഏതായാലും പുറത്തേക്ക് വരാതെ മലം, മൂത്രം, കീഴ്വായു പോലത്തതിനെ ഉള്ളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാണ്, വുദൂ മുറിയില്ല. പക്ഷെ അത് ആരോഗ്യപരമായും നല്ലതല്ല, ശറയിലും അത് നല്ലതല്ല. മനസ്സിലായില്ലേ? പുറത്തു പോകാനുള്ള വായു, മലം, മൂത്രം എന്നിവ കെട്ടി നിർത്തുന്നത് ആരോഗ്യത്തെ ഗുരുതരമായി പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് മൂത്രമൊഴിക്കുകയാണെങ്കിൽ ആദ്യം മൂത്രമൊഴിക്കുക, മറക്കിരിക്കുകയാണെങ്കിൽ മറക്കിരിക്കുക, കീവായു പോകാണെങ്കിൽ അത് ഒഴിവാക്കുക, എന്നിട്ട് വുദൂ എടുത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് ഖളാ ആകാനാണ് ഇനി രണ്ടാമത് ഈ കീവായു വിട്ട് അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് വുദൂ എടുത്ത് ഒന്ന് നിസ്കരിക്കാനും കഴിയൂല, അപ്പോൾ ഖളാവും കണ്ടാൽ പിന്നെ അതോടുകൂടി തന്നെ നിസ്കരിക്കാം. അല്ലാത്ത സാഹചര്യത്തിൽ അത് ഒഴിവാക്കി വുദൂ എടുത്തുകൊണ്ട് നിസ്കരിക്കലാണ് ഉത്തമം, സുന്നത്ത്. എന്നാൽ അതോടുകൂടി നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും, വുദൂ മുറിയുന്നതല്ല. ഒരു ചോദ്യം കൂടി. പിന്നെ ഇതൊരു നമ്മളെ ആശയപരമായി ഭിന്നിപ്പുള്ളവരുടെ സംശയമാണ്. ലിംഗം സ്പർശിച്ചാൽ വുദൂ മുറിയുകയില്ലെന്ന് ഹദീസുകൾ ദുർബലതയും ദുർവ്യാഖ്യാനങ്ങളും എന്ന പുസ്തകത്തിൽ കണ്ടു. ഇത് ശരിയാണോ എന്നാ ചോദിച്ചത്. നമുക്ക് മൈക്ക് വിട്ടു. അത് നാളെ ഓതുന്ന കിതാബ് ഭാഗത്ത് പെട്ടതാ, നാളെ പറയാം. ഇന്നിപ്പോ നമ്മള് രണ്ട് വിഷയം വുദൂ മുറിയുന്നത് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ സ്വന്തം മനിയല്ലാതെ വല്ലതും പുറപ്പെടുക. രണ്ട്, ഉറക്കം, ബോധക്ഷയം, ഭ്രാന്ത്, ലഹരി തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ബാക്കി രണ്ട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഗുഹ്യസ്ഥാനം മുങ്കയ്യന്റെ വള്ള കൊണ്ട് തൊടുക, അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക എന്ന ഭാഗം നാളെ ഓതാനുള്ളതാണ്. അവിടെ അതിന്റെ ഹദീസും അതിന്റെ ബലാബലവും ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഇന്ന് ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നില്ല. ഏതായാലും നാളെ വരുന്ന വിഷയമാണല്ലോ. അതുകൊണ്ട് ഇന്ന് പറയാനുള്ളത്, മണയില്ലാതെ കീവായു വിട്ടാവുതോറിയോ മുറിയിലെ, അതല്ലെങ്കിൽ തന്നെ വല്ല ബോംബ് പൊട്ടുന്നത് പോലെ ചീറ്റലില്ലാതെ പതുക്കെ പോയാല് വുദൂ മുറിയോ മുറിയില്ല, അങ്ങനെ സംശയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിന് നമ്മൾ ഹദീസും പറഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കീവായു പോയോ എന്നിങ്ങനെ ഇടയ്ക്ക് സംശയം തോന്നുന്ന ഗ്യാസ് സംബന്ധമായ ചെറിയ പ്രയാസമുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വായു പോയോ എന്നൊരു തോന്നൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ആ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, കീവായു പോയിന്ന് ഉറപ്പായാൽ മാത്രമേ വുദൂ മുറിയുകയുള്ളൂ. അത് ഉദാഹരണത്തിന് വാസന അനുഭവപ്പെടുകയോ ശബ്ദം കേൾക്കുകയോ പോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് കീവായു പോയിന്ന് ഉറപ്പായെങ്കിൽ മാത്രമേ വുദൂ മുറിയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഈ തോന്നുന്നോട് മുറിയില്ല എന്ന് പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണ്. അത് ആ സാഹചര്യത്തിൽ നിന്നിട്ട് അടർത്തിയെടുത്ത് വഹാബി അർത്ഥം വെച്ചപ്പോ ഒന്നിരിക്കലും എന്ത് വേണം, അത് കേട്ട് പോന്നാല് വല്ല രാസായനികം ഉപയോഗിച്ചേക്കുള്ള മൂക്ക് മുഴുവനും പൊട്ടുന്ന നിലക്ക് നാറി ചീറ്റണം. അതല്ലെങ്കിൽ വല്ല ഖദീന പൊട്ടുന്നത് അത് പൊട്ടണം.
എന്നാലേ മുറിയുള്ളൂ. അത് രണ്ടും ഇല്ലാതെ ഒരു അയഞ്ഞ വട്ടത്തിൽ സീഫൂ എന്നൊക്കെ പറഞ്ഞു പോയാൽ അതുകൊണ്ടൊന്നും വുദൂറിയില്ലാണ്ട് വഹാബി തെറ്റിദ്ധരിച്ച്, അതിലൊന്നും സംശയമില്ലല്ലോ. മറ്റേ ഇൻഷാ അല്ലാഹ് ഗുഹ്യസ്ഥാനം തൊട്ടാ വുദൂ മുറിയുന്ന ഹദീസിന്റെ സഹീഹേടും അതുപോലെ തന്നെ സ്ത്രീകൾ തമ്മിൽ തൊട്ടാലുള്ളതിന്റെ വിധിയും ഒക്കെ ഇൻഷാ അല്ലാഹ് നാളെ ഓതും. അത് അവിടെ പറയാം. ഉസ്താദ്, ഒരാളെ PM ഉള്ള ചോദ്യമാണ്. അദ്ദേഹം യാത്ര പുറപ്പെടുന്ന സമയത്ത് 10 മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. വെള്ളിയാഴ്ച ദിവസമാണ് പുറപ്പെട്ടത്. പിന്നെ 1:30 മണിക്കാണ് പിന്നെ പ്ലെയിന് കയറിയത്. അപ്പം ജുമുഅ അന്നത്തേത് പോയിട്ടുണ്ട്. അതിനെന്താണ് വേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ PM ഉള്ള ചോദ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റൊരു നിവൃത്തിയില്ലാതെ വിസ സംബന്ധമായ പ്രയാസം കൊണ്ട് അതല്ലെങ്കിൽ ടിക്കറ്റ് സംബന്ധമായ അസൗകര്യം കൊണ്ട് വെള്ളിയാഴ്ച മാത്രമേ പുറപ്പെടാൻ പറ്റൂ എന്നൊരു സാഹചര്യം ഉണ്ടാവുമ്പോൾ യാത്ര ഹലാലാണ്. അയാൾ ദുഹുസ്കരിക്കുക, അത് മതി. അതായത് അദ്ദേഹത്തിന് ജുമ നഷ്ടപ്പെട്ടു എന്നുള്ള കേസ്, അതിന് പ്രത്യേകിച്ച് പ്രായശ്ചിത്തൊന്നും ചെയ്യാനില്ല. പ്രത്യേകം എതിരില്ലാത്ത സാഹചര്യത്തിൽ ജുമ നഷ്ടപ്പെടുമെന്ന് കാണുന്ന സമയത്ത് യാത്ര പുറപ്പെടൽ ഹറാമാണ്. പക്ഷെ ഇവിടെ വിസ സംബന്ധമായി ദിവസങ്ങൾ കഴിയാനായിന്, ടിക്കറ്റ് ആണെങ്കിൽ വളരെ റഷാണ്. ഈ പോകുന്ന ടിക്കറ്റ് എടുത്ത് പോകാതിരുന്നാൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വിസ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തുടങ്ങിയ തന്റെ തൊഴിൽ സംബന്ധമായ പ്രതിബന്ധങ്ങൾ, പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് വെള്ളിയാഴ്ച പോകുന്നത്. അതേസമയത്ത് ശനിയാഴ്ചയും കിട്ടും, അല്ലെങ്കിൽ വ്യാഴാഴ്ചയും കിട്ടും, വെള്ളിയാഴ്ചയാണ് ലാഭം 10 രൂപ ലാഭം കിട്ടുന്നത്. അങ്ങനെയല്ല, ഈ പ്രത്യേക സാഹചര്യത്തിൽ വെള്ളിയാഴ്ച പോകേണ്ടി വന്നതാണ്. അങ്ങനെ ജുമ നഷ്ടപ്പെട്ടാൽ ദുഹ്റുസ്കരിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് പ്രായശ്ചിത്തൊന്നും ചെയ്യേണ്ടതില്ല. ഉദുറില്ലാതെ വഴിയിൽ വെച്ചോ ലക്ഷ്യസ്ഥാനത്ത് വെച്ചോ ജുമ കിട്ടില്ലെന്ന് കണ്ടാൽ ജുമ ഫർദുള്ള ഒരു വ്യക്തി സുബഹിക്ക് ശേഷം യാത്ര പോകൽ ഹറാമാണെന്ന് പറഞ്ഞത് മറ്റ് മാർഗങ്ങളില്ലാതെ സാഹചര്യത്തിൽ യാത്രാ സംബന്ധമായ പ്രയാസങ്ങൾ നേരിടുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് പോകേണ്ടി വന്നത് എങ്കിൽ ഈ ഹറാമ് ബാധകമല്ല, അയാൾ ദുഹ്റുസ്കരിച്ചാൽ മതി. ഇനി രണ്ടാളോട് ഇണ്ട് കൈപൊക്കിയോലും ഒരു ബൈക്ക് എടുക്കണമെങ്കിൽ ബൈക്ക് എടുത്തോട്ടെ, എന്നിട്ട് ഇപ്പൊ നിർത്തണം, സമയം കഴിയാം. നേരത്തെ പറഞ്ഞ രീതിയിൽ സംശയങ്ങളാണ്. എത്തിൻകുട്ടികൾക്ക് വേണ്ടി പിരിച്ചത് അവർക്ക് മുടക്കാൻ രക്ഷിതാക്കൾക്ക് അധികാരം ഉണ്ടോ? വേണ്ടാതെ അവർക്ക് വേണ്ടാന്നുള്ള പറയാനുള്ള അധികാരം രക്ഷിതാക്കൾക്ക് ഉണ്ടോ? പ്രായപൂർത്തിയാകുമ്പോ അവർക്ക് വാങ്ങിച്ചു കൊടുക്കല് വേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യത്തീം കുട്ടികൾക്ക് വേണ്ടി, പാവപ്പെട്ട യത്തീം കുട്ടികൾ എന്ന ധാരണയിൽ നമ്മള് ദാനധർമ്മങ്ങൾ ശേഖരിച്ച് കൊടുക്കുമ്പോൾ അത് അവർക്ക് വാങ്ങാം, വാങ്ങാതിരിക്കാം, നിർബന്ധമൊന്നുമല്ല അത് വാങ്ങല്. മനസ്സിലായില്ലേ? അതേ സമയത്ത് അവർക്ക് കഴിവില്ല, അതിന് അർഹതപ്പെട്ടതാണെങ്കിൽ അത് വാങ്ങന്നെ വേണം. കാരണം ആ കുട്ടികൾക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ടത് തടയേണ്ടതില്ല. നമ്മളിപ്പോ അതല്ല മസല, അവര് വാങ്ങുന്നില്ല, ഞങ്ങൾ എന്താ കാട്ടണത്, വാങ്ങിയവർക്ക് തന്നെ തിരിച്ചു കൊടുത്തോളണമെന്നില്ല എന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മസലത, ഇങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്തു? കാശ് സ്വരൂപിച്ചു. പക്ഷേ ഈ നാം ലക്ഷ്യം വെച്ച് ആ വ്യക്തികൾ അത് സ്വീകരിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ തത്വല്യമായ മറ്റ് യത്തീം കുട്ടികൾ അല്ലെങ്കിൽ മിസ്കിന്മാർക്ക് വെപ്പിച്ചതാണെങ്കിൽ മറ്റു മിസ്കിന്മാർ ഇതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് അർഹതപ്പെട്ട വേറെ ആളുകൾക്ക് കൊടുത്താൽ നമ്മളെ കടമ വിടുമെന്ന്. ഓക്കെ, സമയം ലൈവ് ഉണ്ട് തോന്നുന്നില്ലേ? അതുകൊണ്ട് നിർത്തുക. അല്ലെങ്കിൽ തന്നെ സമയമായും ചെയ്താണ്. ലൈവ് കാണുന്നുണ്ട്, കാമില് പരിപാടി തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും ഞാൻ നിർത്തുകയാണ്. റഹ്മാനായ രാജസീതായ തമ്പുരാനെ, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ വിട്ടുകൊടുത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ ഹൈറായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും റാഹത്തും തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. وصيتنا السلام عليكم ورحمة الله وبركاته.
ബാപ്പുമാരുടെ കുടുംബക്കാരുടെ സ്ഥാപനങ്ങളെ സഹായിച്ച്